തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ അധികാര രാഷ്ട്രീയത്തിന്റെ കണ്ണീർ പാടങ്ങളാണ് നമ്മൾ കാണുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ കണ്ണീർ കയങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഒരു ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു. ആ വ്യക്തി ആനന്ദ് കെ തമ്പി. അദ്ദേഹം സംഘപരിവാർ RSSൽ നന്നായി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം കാണാൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ലെ, നല്ല ബിസിനസ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, വളരെ നീണ്ട പോസ്റ്റാണ്. അതെല്ലാ ചാനലുകളിലും ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് വായിക്കുന്നില്ല. വളരെ നീണ്ട പോസ്റ്റാണ്. അപ്പൊ അദ്ദേഹം നല്ല ബിസിനസ്സുകാരനാണ്, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നു, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് RSSൽ അദ്ദേഹത്തിന് ചെറിയ പ്രായം മുതൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് BJPക്ക് സീറ്റ് കിടക്കണമെന്ന് പറഞ്ഞു. BJPയിൽ സീറ്റിന് മോഹിച്ചു, പക്ഷെ BJPയിൽ സീറ്റ് കിട്ടിയില്ല. പക്ഷെ BJPക്കാര് രാജീവ് ചന്ദ്രശേഖറും കരമന ജയിനും ഒക്കെ പറയുന്ന ഒരു ന്യായം, അത് 5 പേരെ താഴേന്ന് കയറ്റിവിട്ടതിൽ ഇയാളുടെ പേരില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പരിഗണിച്ചേനെ. പക്ഷേ ഈ ആനന്ദ് എന്ന് പറയുന്ന ആനന്ദ് കെ തമ്പി പറയുന്ന മരിക്കുന്ന കുറിപ്പിൽ വേറെ ചില ഗുരുതരമായ ആരോപണങ്ങൾ വെച്ചിട്ടുണ്ട്. മണൽ മാഫിയ, മണ്ണ് മാഫിയ എന്ന് പറയുന്ന ആളുകളുമായി ബന്ധമുള്ള ഒരാളിനാണ് അവിടെ തൃക്കണ്ണാപുരത്ത് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു വിഷയം വെച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല, അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ഇതിനു മുമ്പാണ് തിരുമല അനിൽ ആത്മഹത്യയുമായി തിരുമല അനിലിന് ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തിരുമല വാർഡിലെ അനിൽ ആത്മഹത്യ ചെയ്തു, അതും BJP കാൻഡിഡേറ്റ് ആണ്. അപ്പൊ BJPയുടെ വേറൊരു ആനന്ദുണ്ട്, 3 പേർ ആത്മഹത്യ ചെയ്തു. അപ്പൊ 3 പേർ ആത്മഹത്യ ചെയ്യുമ്പോഴും അവരെല്ലാം സൂചിമുനയിൽ നിർത്തുന്നത് പാർട്ടിയെ പോലെ തന്നെ അധികാര രാഷ്ട്രീയത്തിന്റെ സൂചിമുനയാണ്. എനിക്ക് പറയാൻ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം, മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും വലിയൊരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ലതിക സുഭാഷ് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വനിതയാണ്. പക്ഷെ എനിക്കിപ്പോൾ അവരോട് ഒരു റെസ്പെക്റ്റും ഇല്ല. ഞാൻ പേര് പറയുന്നതിൽ പൊറുക്കണം. അവർ MLA ആയിട്ട് മത്സരിക്കുന്നുണ്ട്, അവരെ തലമൊട്ടയടിച്ചു, അവർ വേണ്ട കുഴപ്പം കാണിച്ചു. ഇപ്പൊ അവർ തിരുനക്കര മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്നു. അവർ മുനിസിപ്പൽ ചെയർമാൻ ആവൂല. NCPക്കാർക്ക് മുനിസിപ്പൽ ചെയർമാൻഷിപ്പ് കിട്ടുമോ? വെറും ഒരു മുനിസിപ്പൽ കൗൺസിലർ ആവാൻ വേണ്ടി വരെ അവർ മത്സരിക്കണം. വേണമെങ്കിൽ നാളെ റെസിഡൻസ് അസോസിയേഷനിലും അവർ മത്സരിക്കും. വനിത എന്നോട് പൊറുക്കണം. അങ്ങനെ അധികാര രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ തലയ്ക്ക് പിടിച്ച അധികാരത്തിന്റെ പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ BJPയിൽ നിൽക്കുന്നു, ഉച്ചയാകുമ്പോൾ CPMലേക്ക് പോകുന്നു, CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു. ഇങ്ങനെ വലിയ തോതിലാണ് കേരളത്തിൽ കാലുമാറ്റം കൂറുമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല, വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല, തത്വാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. അധികാര രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായി കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെയാണോ നമ്മൾ ലാലു പ്രസാദിനെയും ബീഹാറിനെയും നോക്കി കൊഞ്ഞനം കുത്തുന്നത്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുന്നിൽ ഇവിടെ തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് മണൽ മാഫിയയ്ക്കും മണ്ണ് മാഫിയയ്ക്കും അനുകൂലമായ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തുകൊണ്ട് RSSന്റെയും സംഘപരിവാറിന്റെയും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിച്ച് എനിക്ക് തന്നില്ല. പിന്നെ ഒരു വലിയ വിഷയം കൂടെ ഉണ്ട് കേട്ടോ. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാമൂഹ്യ വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വെറും രാഷ്ട്രീയം മാത്രം പോലെ, ഇദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് ഇദ്ദേഹം ആനന്ദ് 10 ലക്ഷം രൂപ മറ്റോ കടം വാങ്ങിച്ചിരിക്കുന്നു. അതിന് അച്ഛന് പലിശ കൊടുക്കുന്നു. മോൻ അച്ഛന് പലിശ കൊടുക്കുന്നു. എന്തോന്ന് അച്ഛൻ? ഇത് ഭാര്യയോടൊന്ന് സങ്കടം പറയുമ്പോൾ ഭാര്യ തള്ളിപ്പറയുന്നു. എന്തോന്ന് ഭാര്യ? ഭർത്താവിന് എല്ലാ സുഖ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ഭാര്യ അനുഭവിക്കില്ലേ? അപ്പൊ ഭർത്താവിന്റെ ഒരു ദുഃഖം എന്ന് പറയുമ്പോൾ ഭാര്യ താങ്ങി നേറ്റ് നിൽക്കണ്ടേ? നിങ്ങൾക്ക് നിങ്ങളെ പണി, എനിക്ക് എന്റെ പണി എന്ന് പറയാനാണെങ്കിൽ എന്ത് ഭാര്യ ഭർത്തൃബന്ധം? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് സൂചകങ്ങളുണ്ട് ഇവിടെ. അതായത് പാർട്ടി തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നൊരു പാർട്ടി പ്രവർത്തകന്റെ ആരോപണം. അതിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ശിവസേനയെ പോയി ചേരുന്നു. ശിവസേനയിൽ ചേർന്നതിന് ശേഷവും അദ്ദേഹത്തിന് സീറ്റ്, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ, ഇനി വേറെയുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത പരാതി, മരിച്ചുപോയ ആനന്ദിന്റെ അടുത്ത പരാതി, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് സമ്മർദ്ദം, മത്സരിച്ചാൽ ചിലപ്പോൾ അയാൾ ജയിച്ചാലോ, അതുകൊണ്ട് RSSന്റെ ഭാഗത്തും BJPന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമാണ് വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പ് വളരെ ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് BJPയുടെ ഒരു കാൻഡിഡേറ്റ് ആവാൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചത് കൊണ്ട് ബിജോയ് പറയുമ്പോൾ എല്ലാവരും കൂടി BJPയുടെ RSSന്റെ മണ്ടേ കയറി എങ്കിൽ പിന്നെ അവരെ മൊത്തത്തിൽ കോർപ്പറേഷനിൽ തോൽപ്പിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനോടല്ല എനിക്ക് താല്പര്യം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു വശത്ത് പരിസ്ഥിതിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും നദിയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മണൽ മാഫിയയ്ക്കും മണ്ണ് മാഫിയയ്ക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഏതെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടോ? ഏത് പാർട്ടിയിലായാലും അത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം. നമ്പർ 2, അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് അദ്ദേഹം പണം 10 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് അച്ഛൻ അല്ലെങ്കിൽ സഹായിക്കേണ്ടതാണ്, മകനെ ബിസിനസ്സിനൊക്കെ സഹായിക്കേണ്ടത്. എന്തിനാണ് അച്ഛൻ ഇങ്ങനെ പൈസ വെച്ചിരിക്കുന്നത്? അതിൽ 6500 രൂപ പ്രതിമാസം പലിശ വാങ്ങിച്ച അച്ഛന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് കേരള സമൂഹം ചർച്ച ചെയ്യണം.
അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ കുറ്റം പറയുകയല്ല, ഒരു കേസ് സ്റ്റഡിയാണ് ഇത്, കുറ്റം പറച്ചിലില്ല ഇവിടെ. ആരെയും കുറ്റം പറയാനോ മരിച്ചുപോയ ആളിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്ന അച്ഛനെയും ഭാര്യയും കുറ്റം പറയാൻ ഞാനാരാ? പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റു ചില തലങ്ങളാണ് ഞാൻ പറയുന്നത്. അതിന്റെ തലത്തിന്റെ കേസ് സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് പോലും പറയുന്നത്. പേര് നമുക്കറിയാം, അച്ഛന്റെ ഭാര്യയുടെ ഒക്കെ പേരറിയാം, അത് പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഭാര്യ എന്ത് സംഭവിക്കുന്നു? ഭാര്യയോട് ചെന്ന് പരാതി പറയുന്നു, എടി എനിക്ക് പിന്നെ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ മത്സരിക്കുന്നു, എനിക്ക് വലിയ ആഗ്രഹമാണ്. മനുഷ്യനാണ്, സഹജമാണ്, മനുഷ്യ സഹജമാണ്. അധികാരവും മത്സരവും ഒക്കെ മനുഷ്യ സഹജമായിട്ടുണ്ട്. അങ്ങനെ മത്സരിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഭർത്താവിനെ കൊണ്ടെത്തിക്കുന്ന ഭാര്യയും ഇതിൽ പ്രതിയല്ലേ? അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തിയ സുഹൃത്തുക്കൾ പ്രതിയല്ലേ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് കേൾക്കാതെ പോയ സംഘപരിവാറും RSSും BJPയും ഇതിന്റെ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് പേരാണ് മോഹഭംഗം വന്ന് മോഹാലസ്യപ്പെട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയിരിക്കും. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ആള് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു. നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന ആള് വീണ്ടും അടുത്ത സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, താഴെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, അപ്പോൾ പിന്നെ അത് വനിതയാകുമ്പോൾ താഴെയുള്ള സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. പുതിയ തലമുറയെ വളർന്നു വരാൻ, പുതിയ ആളുകളെ വരാനും താല്പര്യമുള്ളവരെയൊക്കെ വളർത്തിയെടുക്കാനുമുള്ള സംവിധാനത്തിലേക്ക് രാഷ്ട്രീയം പോകാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പോലും ഈ അധികാര രാഷ്ട്രീയത്തിന്റെയും ദുഷ്പ്രഭത്വത്തിന്റെയും പിന്നെ ഈ മാഫിയ ബന്ധങ്ങളുടെയൊക്കെ പേരിലാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ എന്തു ജനാധിപത്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? എന്താണ് പ്രാദേശിക ജനാധിപത്യത്തിന്റെ പ്രസക്തി എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. അതിന്റെ രാഷ്ട്രീയം അതാണ്. അതുകൊണ്ടല്ലാതെ ഒരു തിരുമല അനിൽ മരിച്ചതോ അല്ലെങ്കിൽ ഒരു തൃക്കണ്ണാപുരത്ത് ആനന്ദ് മരിച്ചതോ ഒന്നും അല്ല വിഷയം. അവർ മരിക്കുമ്പോൾ അവർ ഉയർത്തുന്ന ചില സാമൂഹ്യ വിഷയങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ആ സാമൂഹ്യ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റില്ല. രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഇവിടെ, അത് ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് കേരളത്തിന്റെ പൊതുജനാധിപത്യത്തെ ബോധത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, കേരളത്തിലെ മതേതര ബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കേരളത്തിന്റെ പൊതുബോധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ചർച്ച ചെയ്തേ കഴിയുള്ളൂ. അത് ചർച്ച ചെയ്യുമ്പോൾ ആരെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തി, ഇപ്പൊ BJP RSSന്റെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയണം, അല്ലെങ്കിൽ കരമന ജയന്മാർ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ നടന്നുപോയ കാര്യങ്ങളുടെ കാര്യകാരണ സഹിതം കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? ഇതിന്റെ മെരിറ്റാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയത്തിന്റെ കേസ് സ്റ്റഡീസ് ആണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാദേശിക അധികാര രാഷ്ട്രീയം പോലും ഇങ്ങനെ വരുന്നത്? അത് സമ്പത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, കൈക്കൂലി. ഇനി ഇതിനിടയ്ക്കാണ് പല ആളുകളും ബിനാമി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. പല ആളുകളാണെങ്കിൽ ഡീൽ സ്ഥാനാർത്ഥി. ഇപ്പോ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ ഒരു വനിത, CPMലെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിത ലോക്കൽ കമ്മിറ്റി അംഗം വന്ന് പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ ഡീൽ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിൽ കേൾക്കുന്ന ഈ അധികാര രാഷ്ട്രീയത്തിന്റെ കരാളഹസ്തങ്ങളെ കുറിച്ച് വളരെ ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണം. ബാക്കി പ്രകടന പത്രികയിൽ എന്ത് കൊടുക്കുന്നു, എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല ചർച്ച ചെയ്യേണ്ടത്. അല്ല, അത് ചർച്ച ചെയ്തോളൂ. അതിനേക്കാൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്.